നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നവംബർ 14-ന് സൗദിയിലെ അൽ ഖസീമിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി ദമ്പതികളുടെ മൃതദേഹം വെള്ളിയാഴ്ച തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കും. ചിതറ ഭജനമഠം പത്മവിലാസത്തിൽ 42 വയസ്സുള്ള ശരത്ത്, ഭാര്യ കൊല്ലം മാന്തോപ്പിൽ പുരയിടം അക്ഷരനഗർ പ്രവീൺ നിവാസി 32 വയസ്സുള്ള പ്രീതി എന്നിവരുടെ മൃതദേഹങ്ങളാണ് എയർ ഇന്ത്യ വിമാനത്തിൽ നാട്ടിലെത്തിക്കുന്നത്. ദീർഘകാലമായി അൽ ഖസീമിലെ ഉനൈസ എന്ന സ്ഥലത്ത് ഇലക്ട്രിക് പമ്പിംഗ് ജോലികൾ ചെയ്തിരുന്ന ശരത്ത് സംഭവത്തിന് 2 മാസം മുൻപാണ് സന്ദർശക വിസയിൽ പ്രിയയെ സൗദിയിലേക്ക് കൊണ്ടുപോകുന്നത്. സംഭവ ദിവസം രാവിലെ ശരത്ത് ജോലിക്കെത്താത്തതിനെ തുടർന്ന് തൊഴിലുടമ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് താമസ സ്ഥലത്ത് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ തുണി മുറുകിയ നിലയിൽ പ്രീതയെ നിലത്തും ശരത്തിനെ ജനാലയിൽ തൂങ്ങിയ നിലയിലുമാണ് കണ്ടത്. ബുറൈദ സെൻട്രൽ ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റിയ മൃതദേഹങ്ങൾ പോലീസ് അന്വേഷണം പൂർത്തിയായതോടെയാണ് കനിവ് ജീവകാരുണ്യ കൂട്ടായ്മ ഭാരവാഹികൾക്ക് അധികൃതർ വിട്ടു നൽകിയത്. സുഹൃത്തുക്കളോടൊത്ത് തലേ ദിവസം രാത്രി സമയം ചെലവിട്ട ശേഷമാണ് ഇരുവരും ഫ്ളാറ്റിലെത്തിയത്. 4 വർഷം മുൻപ് വിവാഹിതരായ ദമ്പതികളാണ് ഇവർ. കനിവ് രക്ഷാധികാരി ബി ഹരിലാലിന്റെ നേതൃത്വത്തിലാണ് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. റിയാദിൽ നിന്ന് മുംബൈ വഴി വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ കനിവ് ജീവകാരുണ്യ വിഭാഗം കൺവീനർ നൈസാം തൂലികയും പരേതരുടെ ബന്ധുക്കളും ഏറ്റുവാങ്ങി നോർക്ക റൂട്ട്സ് ആംബുലൻസുകളിൽ ഇരുവരുടെയും വീടുകളിലെത്തിക്കും. തങ്ങളെ സംബന്ധിച്ച് തികച്ചും അപൂർവമായ കേസുകളൊന്നായിരുന്നു ഇതെന്നും അതുകൊണ്ടാണ് കാലതാമസം നേരിട്ടതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചതായി കനിവ് ഭാരവാഹികൾ പറഞ്ഞു. ഇവരുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് റിയാദ് ഇന്ത്യൻ എംബസിയാണ് മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള ചെലവ് വഹിച്ചത്.